ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ 8 നിലയിൽ പൊട്ടിപ്പോയിട്ടുള്ള ഒരു കുക്കറി വ്ളോഗാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അറ്റ്ലീസ്റ്റ് നിങ്ങളേലും ഈ ഒരു മിസ്റ്റേക്ക് ചെയ്യരുത് എന്നുള്ള രീതിയിലാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത്. ഞാൻ ഉദ്ദേശിച്ചിരുന്ന ഒരു കൊക്കോ പുഡിംഗ് ആണ്. അത് കട്ട് ചെയ്ത് കിട്ടാത്ത കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഫ്ലോപ്പായിന്ന്. അപ്പോൾ നമുക്ക് ഒട്ടും ഡിലേ ആക്കാണ്ട് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. നമുക്കപ്പോൾ ആദ്യം ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാനൊരു ബൗളിൽ ഷുഗർ എടുത്തിട്ടുണ്ട്. നമ്മുടെ ആവശ്യാനുസരണം ഇട്ട് കൊടുത്താൽ മതി. എനിക്ക് കൈക്കണക്ക് പറയാനൊന്നും അറിയത്തില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുറച്ച് കോൺഫ്ലവർ വേണം നമുക്ക്. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ കൊക്കോ പൗഡർ വേണം നമുക്ക്. പിന്നെ ഒരു ഗ്ലാസ് മിൽക്ക് വേണം നമുക്ക്. ഇത്രയാണ്. ഈ ഒരു 4 സാധനം മതി നമുക്കൊരു അടിപൊളി കൊക്കോ പുഡിംഗ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് കൊക്കോ പൗഡറും കോൺഫ്ലവറും കൂടെ ഇട്ട് മിക്സ് ചെയ്യണം. ഇവിടം തൊട്ടാണ് എൻ്റെ മിസ്റ്റേക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത് കേട്ടോ. ഒന്നാമത്തെ കാര്യം, ഞാൻ കൊക്കോ പൗഡർ അരിച്ചിട്ടില്ല. അതൊന്ന് അരിച്ചെടുക്കണമായിരുന്നു, എന്നാലാണ് നല്ല ഫൈൻ ഗ്രാന്യൂൾസ് ആയിട്ടിരിക്കുക. അല്ലെങ്കിൽ ഞാൻ ആ പാക്കറ്റിൽ നിന്ന് നേരിട്ടാണ് ഇതിലേക്ക് ഇട്ടത്. അപ്പം തന്നെ അതിൽ ചെറിയ ചെറിയ കട്ടകൾ ഉണ്ടായിരുന്നു. രണ്ടാമത്തെ എൻ്റെ മിസ്റ്റേക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൺഫ്ലോർ ഒരു 2 ടീസ്പൂൺ നമ്മൾ കുറച്ചായിട്ട് ആഡ് ചെയ്ത് അത് നല്ലോണം മിക്സ് ചെയ്യണമായിരുന്നു. ഈ ഒരു സ്പൂൺ മിക്സിങ് കൊണ്ട് ഒന്നും ആവത്തില്ല. അല്ലെങ്കിൽ നമ്മൾ അത്രയും വൃത്തിയിൽ കുറച്ച് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്താൽ മാത്രമേ സ്പൂണും കൊണ്ട് നമുക്ക് നല്ലൊരു കൺസിസ്റ്റൻസി കിട്ടത്തുള്ളൂ. പാലിൻ്റെ കാര്യത്തിൽ ഞാൻ ആ സെയിം മിസ്റ്റേക്ക് ചെയ്തു. ഞാൻ പാല് ആദ്യം തന്നെ നല്ലൊരു ഒഴിച്ചിട്ടാണ് ഞാൻ പിന്നെ മിക്സ് ചെയ്ത് തുടങ്ങിയത്. ഈ ഒരു കൺസിസ്റ്റൻസി വരെ എനിക്ക് എത്തിക്കാൻ പറ്റി. പക്ഷേ ആ ഒരു സ്റ്റേജിലും എനിക്ക് മനസ്സിലായിട്ടില്ല ആ ഒരു കൺസിസ്റ്റൻസി പോരാ, അതിൻ്റെ ഉള്ളിൽ പിന്നെയും നല്ലോണം കട്ട പിടിച്ചിരിപ്പുണ്ടെന്ന്. അടുത്തത് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള പാല് ആഡ് ചെയ്യാം. അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും എത്രയാണോ ഷുഗർ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഷുഗറും കൂടെ ഇട്ട് നല്ലോണം ഹീറ്റാക്കുക. നല്ലോണം ഹീറ്റായ ആ ഒരു മിക്സ്ചറിലേക്ക് നമ്മൾ ഓൾറെഡി മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന കോൺഫ്ലവർ, കൊക്കോ പൗഡർ, മിൽക്ക് കോമ്പിനേഷനാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. എൻ്റെ ആ ഒരു മിക്സ്ചറിൽ ഇപ്പോഴും ഫുള്ള് കട്ടയായിട്ട് കൊക്കോ പൗഡറും കോൺഫ്ലവറും ഇരിക്കുന്ന കാര്യം ഒന്നും ഞാൻ അറിയുന്നില്ല കേട്ടോ. എന്നിട്ട് ഞാൻ നല്ല പ്യോർ മിക്സാണെന്നും പറഞ്ഞിട്ട് ഇത് അതിലേക്ക് ആഡ് ചെയ്തപ്പോഴത്തേക്കും അപ്പം എനിക്ക് മനസ്സിലായി, ഓക്കെ എന്തോ എവിടെയോ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടെന്ന്. ഫുള്ള് കട്ട പിടിക്കാൻ വേണ്ടി തുടങ്ങി കേട്ടോ. ഫുള്ള് കട്ട പിടിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്തിട്ടും അത് അലിയുന്നുണ്ടായിരുന്നില്ല. എന്നിട്ടും എന്തോ കഷ്ടപ്പെട്ട് ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസി എത്തിച്ചിട്ട് ഗ്യാസ് ഓഫാക്കി. എന്നിട്ട് നമ്മുടെ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള ബൗളിലേക്ക് മാറ്റുക. ഞാൻ ആ ഒരു കുട്ടി ബൗളാട്ടോ എടുത്തേക്കുന്നത്. അത് ഒഴിക്കുന്ന കൺസിസ്റ്റൻസി കണ്ടാൽ തന്നെ അറിയാം അതിൽ ഫുള്ള് കട്ടയാണ്, ഒരു യൂണിഫോമിറ്റിയും ഇല്ലയെന്ന്. പക്ഷേ എന്നിട്ടും ഞാൻ എടുത്തൊഴിച്ചു. അങ്ങനത്തെ 2 ബൗളുണ്ടായിരുന്നു. ആ 2 ബൗളിലേക്ക് ഞാൻ ആ മിക്സ്ചർ നല്ലോണം ഒഴിച്ചു വെച്ചു. എന്നിട്ട് അടുത്തത് ഞാൻ ചെയ്ത ഏറ്റവും വലിയ വേറൊരു മണ്ടത്തരം, ഞാൻ ആ ഒരു 2 ബൗളും അതേപോലെ ഫ്രീസറിലേക്ക് കയറ്റിയെന്നാണ്. നമ്മളൊരു പുഡിംഗ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരിക്കലും ഫ്രീസറിൽ വെച്ച് തണുപ്പിക്കാൻ പാടില്ല. നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രിഡ്ജിലൊരു 5 to 6 hours വെച്ചിട്ട് നമ്മൾ തണുപ്പിക്കണം. പക്ഷേ അത് ഫ്രീസറിലായിരിക്കരുത്. ഫ്രീസറിലായിട്ടുണ്ട് ഐസായിപ്പോവും. ഇതാണ് എനിക്ക് സംഭവിച്ചത്. ഫ്രിഡ്ജിൽ നിന്ന് എടുത്തപ്പോൾ കറക്റ്റ് ഐസായിരുന്നു കേട്ടോ. ആ ഒരു തട്ടിയപ്പോൾ വന്നത് അത് ഞാൻ ഉണ്ടാക്കിയ സാധനത്തിൻ്റെ മിടുക്കൊണ്ടൊന്നുമല്ല. ക്യാമറ ഓഫാക്കിയിട്ട് ഞാൻ അതിൻ്റെ സൈഡിൽ കൂടെ നല്ലോണം ഇട്ട് തട്ടിയിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ വീണത്. ഇല്ലെങ്കിൽ അത് വീഴത്തേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് എനിക്ക് പറ്റിയ മണ്ടത്തരം. എല്ലാവരും ഒന്ന് നോക്കിക്കോട്ടോ അത് ചെയ്യും.